വേഗം ഓടി ചുൾപ്പുള്ളി, എനിക്ക് വിശന്നിട്ട് വയ്യ. ചായക്കട ഒരുപാട് ദൂരെയല്ലേ. ജിൻഡു, ഞാനൊരു കഴുതിയാ, അല്ലാതെ എയറോപ്ലെയിൻ ഒന്നും അല്ല. എല്ലാരും പറത്തി അവിടെ എത്തിക്കാൻ. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. നീ പറഞ്ഞതുപോലെ തന്നെ പ്ലെയിനായി മാറി. ഇനി വേഗം ചായക്കടയിലേക്ക് വിട്ടോ. ഞാൻ പറക്കുകയാണ്. ഞാനൊരു പ്ലെയിനായി മാറി. അച്ഛാ, അവരെന്താ ചെയ്തെന്ന് അച്ഛൻ കണ്ടില്ലേ? അതൊക്കെ ഞാൻ കണ്ടു, പക്ഷെ എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ജിൻഡു, വേഗം പ്ലെയിനിനെ ലാൻഡ് ചെയ്യിപ്പിക്ക്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? അതിനെന്താ ഇപ്പൊ ശരിയാക്കി തരാലോ. വെറുതെ വിടില്ല ഞാൻ. നിങ്ങൾ എല്ലാവരെയും ഞാൻ പിന്നെ എടുത്തോളാം. അക്കടം പകടം ആലം ഫാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇക്കടം തിക്കടം ദം ദമാദം എല്ലാം പഴയതുപോലെ ആകട്ടെ. നമ്മളെന്താ ഇവിടെ നിക്കുന്നേ? നമ്മള് ഇവിടെ എന്ത് ചെയ്യാ? ആർക്കറിയാം, ഒന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. വാ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. Mad Max is mad. Very, very mad. ടിംബക്ടോ, ചോദിക്കുന്നതിന് മറുപടി പറ. ഏതെങ്കിലും ഒരു സാധനം കേടായാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതാണോ? കേടായ വല്ല ആക്രിക്കും കൊടുക്കണം ബോസ്. നല്ല ഐഡിയ, വളരെ നല്ല ഐഡിയ. ടിംബക്ടോ, ആദ്യമായിട്ടാണ് നീ നല്ലൊരു കാര്യം പറയുന്നത്. അതിനേക്കാളും നല്ലൊരു കിടിലൻ ഐഡിയ എന്റെ അടുത്തുണ്ട് ബോസ്. ആ കേടായ സാധനം വല്ല റോക്കറ്റേലും കെട്ടിവെച്ച് ആകാശത്തോട്ട് പറത്തി വിടണം ബോസ്. ഭൂമിയിൽ പിന്നെ ഒരു കാരണവശാലും അതിന്റെ നാമം പോലും ഉണ്ടാവാൻ പാടില്ല. ഈ ഐഡിയ പഴയതിനേക്കാളും നല്ലതാണ് കേട്ടോ. നമുക്ക് ഇത് തന്നെ അങ്ങ് ചെയ്തേക്കാം. വേഗം പോയി റോക്കറ്റ് എടുത്തുകൊണ്ട് വരൂ. ഞാൻ നിന്നെ റോക്കറ്റിൽ വരിഞ്ഞു കെട്ടി ആകാശത്തേക്ക് പറത്തി വിടാൻ പോവുകയാണ്. നിങ്ങൾ ജീനിയസ് ആണ് ബോസ്. സൂപ്പർ ഡൂപ്പർ ജീനിയസ്. ഇപ്പൊ കണ്ടോളൂ എന്റെ കഴിവ്. എന്നാ പിന്നെ ഇനി നീ ഒന്ന് ചെയ്ത് കാണിക്കേ. ഞാൻ ചെയ്യാം. എനിക്കൊന്ന് പമ്പരം കറക്കാൻ തരൂന്നേ. ഓ, നീ എന്ത് കറക്കാനാ? നീ ക്യാരറ്റ് മാത്രം കഴിച്ചാ മതി. പമ്പരം ഞാൻ കറക്കാം. അതെ അതെ, അല്ലെങ്കിൽ തന്നെ നിന്നെ കാണാൻ വലിയൊരു പമ്പരം പോലെയാ. നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. ഓ വീർ, ദൂരെ എവിടെങ്കിലും പോയി കളിക്ക്. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞങ്ങളിത് പുതിയ കാർ വാങ്ങിയിരിക്കുക. നീ ഇവിടെ എല്ലാം പൊടി പറപ്പിച്ച് ഞങ്ങളുടെ കാർ അഴുക്കാക്കുകയാണോ? അങ്കിൾ, ഇതെല്ലാം ഷൂട്ടിംഗ് സ്റ്റാർസ് ആണ്. ഏതോ മീറ്റിയോർ പൊട്ടിത്തെറിക്കാണെന്നാ തോന്നുന്നേ. വേഗം വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ നിന്ന് ഇതൊക്കെ തലയിൽ വീഴും. വരൂ. ഷൂട്ടിംഗ് സ്റ്റാർസിനെ രാത്രി ആകാശത്ത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതേ സ്റ്റാർസ് മെറ്റിയോസിന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിച്ചാൽ അത് വളരെ വലിയ ആപത്തായി തീരുന്നതാണ്. ഇവിടെ ഫുർസത് ഗഞ്ചിലും പരിസരത്തും ധാരാളം മെറ്റിയോസ് പതിക്കുന്നതായി അറിഞ്ഞിട്ടുണ്ട്. വളരെ വലിയൊരു മെറ്റിയോർ ആകാശത്ത് നിന്നും പതിക്കാൻ പോകുന്നു. അതിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇപ്പോൾ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയ മെറ്റിയോർ നിലം പതിക്കുന്നതിന് മുൻപ് അതിനെ നശിപ്പിച്ചില്ലെങ്കിൽ ഫുർസത് ഗഞ്ചും പരിസരവും പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. സർക്കാർ ആ മെറ്റിയോറിനെ തകർക്കുന്നതിനായി മിസൈൽസ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ മെറ്റിയോർ തകരുകയാണെങ്കിൽ ഫുർസത് ഗഞ്ച് ഒരാപത്തും കൂടാതെ രക്ഷപ്പെടുന്നതാണ്. മിസൈലിന് ആ മെറ്റിയോറിന്റെ പരിസരത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഫുർസത് ഗഞ്ചിനെ രക്ഷിക്കാൻ ദൈവത്തിനെ കഴിയും. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾക്ക് മാത്രമേ ഇനി ഫുർസത് ഗഞ്ചിനെ രക്ഷിക്കാൻ കഴിയൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? രക്ഷിക്കേ.
നീ തന്നെ പോയേ പറ്റൂ. വീറിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ജിണ്ടു മതി ഇത് ചെയ്യാൻ. ജിണ്ടു, ആ മീറ്റിയോർ ഫുർസത് ഗഞ്ചി വീഴാതിരിക്കാൻ നീ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അതിനെന്താ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാലോ. അയ്യോ ജിൻഡു, നീ എന്താ ചെയ്തെന്ന് ഞങ്ങളോട് പറ. ഇതെന്തൊരു അത്ഭുതമാണ് നടന്നിരിക്കുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല. മെറ്റിയോർ ഭൂമിയിൽ പതിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഇനി നിങ്ങൾ തന്നെ ഭൂമിയുടെ സാറ്റലൈറ്റ് പിക്ചർ ഒന്ന് കണ്ടു നോക്കുക. ഡ്രൈവർ, സാധനങ്ങൾ അകത്തേക്ക് എടുക്കൂ. കാർ ഇവിടെ പാർക്ക് ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ കളിക്കുക. എന്റെ കാർ ഞാൻ ഇവിടെ തന്നെ പാർക്ക് ചെയ്യും. നിങ്ങൾ മറ്റെവിടെയെങ്കിലും ചെന്ന് കളിക്കൂ. ഞങ്ങൾ ആദ്യം തൊട്ട് ഇവിടെ കളിച്ചോണ്ടിരുന്നതാ. കാർ എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഞാൻ. എന്ത് ചെയ്യുമെന്നാണ്? വരൂ ഡ്രൈവർ. ജിൻഡു, നീ ദേഷ്യപ്പെടല്ലേ. നമുക്ക് വേറെ എവിടെങ്കിലും പോയി കളിക്കാം. നീ ആ കുട്ടിയുടെ കാർ ഇവിടുന്ന് മാറ്റാൻ പാടില്ല കേട്ടോ. അത് ബണ്ടിയുടെ കസിനാ. മാത്രമല്ല, നമ്മൾ അവന്റെ വീടിനടുത്താ താമസിക്കുന്നേ. ശരി, ഞാൻ അവളുടെ കാർ ഇവിടുന്ന് മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മൾ കളിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ഈ സ്ഥലം നിന്റെ വീടിന്റെ മുമ്പിലല്ലേ. ജിൻഡു, വേഗം അത് പഴയതുപോലെ ആക്ക്. കാറ് താഴെ ഇറക്ക്. കാറ് പൊങ്ങിയിരിക്കുന്ന ആ കുട്ടി കണ്ടു. ഇപ്പൊ ശരിയാക്കാം. ബണ്ടി, ഞാൻ പറയുന്നത് സത്യമാ. കാർ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങി. അതൊക്കെ എനിക്കറിയാം. വീർ എന്റെ മുന്നിലും ഇതുപോലെ ഓരോ മാജിക് കാണിക്കാറുണ്ട്. അവനൊരു മാന്ത്രികനെ, അറിയാമോ? എന്നാ പിന്നെ നിനക്ക് നിന്റെ അമ്മയോടും അച്ഛനോടും കാര്യം പറഞ്ഞു. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ. പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിവില്ലാതെ പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. നിനക്കൊരു കാര്യം അറിയോ? മിക്കപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നേ. അത് ശരി. എന്നാ വാ, നമുക്ക് രഹസ്യമായിട്ട് അവരെ ഒന്ന് നിരീക്ഷിക്കാം. എന്തെങ്കിലും പിടികിട്ടാതിരിക്കില്ല. തൊണ്ടി മുതലുമായി പിടികൂടാം. ഓക്കെ ബബ്ലി, ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും ഒളിഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. വീട്ടിലാരോ കേറിയിട്ടുണ്ട്. ഈ പാതിരാത്രി ഇങ്ങോട്ട് ആര് വരാനാ? നീ കിടന്ന് ഉറങ്ങ്. വീർ, എനിക്ക് അവരുടെ കാലച്ച നന്നായിട്ട് കേൾക്കാം. അവരിങ്ങോട്ടാ വരുന്നത്. എന്നാ പിന്നെ ചെക്ക് ചെയ്തേക്കാം. എക്സ്റേ വിഷൻ ഓൺ. ഓ, ഇത് ബണ്ടിയും ബബ്ലിയും നമ്മളെ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. വീർ, വേഗം വിരലിഞ്ഞോടിക്ക്, വേഗം. അല്ല, എന്തിനാ എന്നെ കൊണ്ട് വിരലിഞ്ഞോടിപ്പിച്ചേ? എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. വീർ, എന്തിനാ ഈ പാതിരാത്രിയിൽ വിളിച്ചത്? ജിൻഡു, ആ ബണ്ടിയും ബബ്ലിയും ഇവിടെ ഒളിഞ്ഞു നോക്കാൻ കയറിയിട്ടുണ്ട്. അവരെ നല്ലൊരു പാഠം പഠിപ്പിക്ക്. ഇനി ഒരിക്കലും അവരിങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെന്താ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാലോ. ഓ, അതിനു വേണ്ടിയായിരുന്നു നീ ജിൻഡുവിനെ വിളിച്ചേ. ഇതൊന്നും ശരിയല്ല ചുൾബുൾ. അപ്പൊ അവർ രണ്ടുപേരും രാത്രി പാത്തും പതുക്കി നമ്മുടെ വീട്ടിൽ കയറിയതോ? അത് ശരിയാണോ? എന്റെ പണമെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ആ വീറിനെ ഒന്ന് പിടിക്കുക? എനിക്ക് പണം വേണം, ഒരുപാട് പണം വേണം. എന്നാലേ എനിക്ക് വീറിനെ പിടിക്കുവാനായി പുതിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കൂ. ഞാൻ ഇപ്പൊ വരാം ബോസ്. എന്താണ് ഇത്? ചോദിച്ചത് കേട്ടില്ലേ? ഇതിലെല്ലാം കൂടി 530 രൂപയുണ്ട്. ബോസിന് ഇതിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തോളൂ. നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? എടാ മൊട്ടത്തലയാ, എടാ മരം കുത്തി പോറാ. നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല. നിന്നെ ഞാൻ ചമ്മന്തിയാക്കോടാ മൊട്ട തലയാ. തെറ്റെന്താണെങ്കിലും പറ. ഈ കാശ് കുറവാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. പുസ്തകത്തിലുള്ള എല്ലാ ബാങ്കുകളും കൊള്ളയടിച്ച് ഞാൻ ആവശ്യത്തിനുള്ള പണം കൊണ്ടുവരൂലേ. ഈ ഐഡിയ കൊള്ളാം. ഇത് പിടിക്ക. ഇത് ഇൻവിസിബിൾ റോബോട്ട് സ്യൂട്ട് ആണ്. ഇത് ധരിച്ചാൽ പിന്നെ നിന്നെ ആർക്കും കാണാൻ സാധിക്കില്ല. ചെല്ലടാ, എന്നിട്ട് ഒന്നുപോലും വിടാതെ എല്ലാ ബാങ്കുകളും കൊള്ളയടിക്ക്. ഈ കാണുന്ന റെഡ് ബട്ടൺ അമർത്തിയാൽ നീ അപ്രത്യക്ഷനാകും. ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ അമർത്തിയാൽ നിന്നെ പഴയതുപോലെ കാണാനാകും. മനസ്സിലായോടാ? ഓക്കെ ബോസ്, എനിക്കെല്ലാം മനസ്സിലായി.
ഇതെന്താ? ഭൂതം ഭൂതം ബാങ്ക് കൊള്ളയടിക്കുന്നേ. താൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ, എന്നിട്ട് ഭൂതവും പ്രേതവും എന്നൊക്കെ പറയുന്നു. ഭൂതവും പ്രേതവും ഒന്നും ഇല്ലെന്നേ. അത് ശരി. അപ്പൊ ഭൂതങ്ങളൊന്നും ഇല്ല അല്ലേ? എന്നാ പിന്നെ പറഞ്ഞേ, തന്നെ ഇപ്പോൾ ആരാണ് ഈ തല്ലുന്നത്? അയ്യോ, രക്ഷിക്കണേ. ഒരു അബദ്ധം പറ്റിയതാ, സോറി. എന്റെ അമ്മോ, രക്ഷിക്കണേ.